ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് പനി ആയതുകൊണ്ട് രണ്ടാഴ്ചയായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഇടാറില്ല. നിങ്ങൾക്കറിയാം, മാക്സിമം വീഡിയോസ് ഇടാനായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇന്നലെ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, മലയാറ്റൂർ ഒരു പെങ്കൊച്ചിനെ തല്ലിക്കൊന്നു, മീൻസ് കല്ല് കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ കുറേ 2-3 വർഷം മുമ്പ് എൻ്റെ പഴയ ചാനലിൽ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പാരൻറ്റിങ്, കുട്ടികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, കുട്ടികളെ പോകുമ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ പുതിയ ചാനൽ എടുത്തതുകൊണ്ട് പിന്നീട് ഞാൻ അതിനകത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അധികം ഇട്ടിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്നലെ നമ്മൾ ആ ഒരു സംഭവം നടന്നപ്പോൾ ആ സംഭവം എങ്ങനെയാണ് നടന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചാനലുകൾ അത് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. 1:53 സമയത്ത് ഞായറാഴ്ച രാത്രിയിൽ ഒരു ബോയ് ഫ്രണ്ടിന്റെ സുഹൃത്ത് എന്നുള്ള ലേബലിൽ ആ പെങ്കൊച്ച് വന്ന് ഇറങ്ങുന്ന ഒരു CCTV ദൃശ്യമാണ് നമ്മൾ കണ്ടത്. കൂടെ വേറെ 2 സുഹൃത്തുക്കളുമുണ്ട്, അതും ഒരു പെണ്ണും ആണുമാണ്. സമയം നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി മീൻസ് അർദ്ധരാത്രി കഴിഞ്ഞ് 1:54. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വീട്ടിലും എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. വെറും 19 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടി ഈ സമയത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുന്നേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, ഇത്ര സമയമായിട്ട് നമ്മുടെ കുട്ടികൾ വീട്ടിലെത്തിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാരൻസ് അന്വേഷിക്കാത്തത് എന്നുള്ളത് എനിക്ക് അപ്പോഴും തോന്നിയിട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ എങ്ങനെയാണ് പാരൻസ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കാം, ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെ നമ്മളെ മക്കളെ വളർത്തുക. പക്ഷേ അവർ കാശൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ആ സ്വാതന്ത്ര്യം അവർ മിസ്യൂസ് ചെയ്യുന്നു. അവർക്ക് സാമ്പത്തികം കൊടുക്കുമ്പോൾ, അവരുടെ കാശ് കൊടുക്കുമ്പോൾ അവർ ആ കാശ് എന്തിനൊക്കെയാണ് വിനിയോഗിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അന്വേഷിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണം. നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മുടെ കടമയാണ്, സത്യമാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ ആ കടമയോടൊപ്പം വളരെ പ്രധാനമായിട്ടും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ എവിടെ പോകുന്നു, അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് അവരുടെ രീതികൾ, അവരെന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ പെൺകുട്ടി രാത്രിയിൽ ആൺ സുഹൃത്തിനോടൊപ്പം, സുഹൃത്ത് എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ഭാഷയാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണുമ്പോൾ മിണ്ടുക എന്നുള്ളത്. ഇതിപ്പം മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരങ്ങൾ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരങ്ങൾ കൊണ്ട് സുഹൃത്തുക്കളൊക്കെ വേറെ വേറെ വഴി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഈ ആൺ സുഹൃത്തിനോടൊപ്പം പോയി രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടാവും. ഒരാൾ മദ്യപിച്ചു, 2 പേരും മദ്യപിച്ചിട്ടുണ്ടാകും. വയസ്സ് നമ്മൾ ശ്രദ്ധിക്കണം, 19 വയസ്സ്. ഞാൻ പണ്ടൊരു വീഡിയോ, ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ വന്നപ്പോൾ അതൊരു വൈറൽ വീഡിയോ ആയിരുന്നു. കുറേ പെൺകുട്ടികൾ ഏത് മദ്യമാണ്, ഏത് ബ്രാൻഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന ബ്രാൻഡുകളാണ്, മദ്യത്തിൻ്റെ പല ബ്രാൻഡുകൾ പറയുന്നുണ്ട്. അപ്പം ഞാനവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു കൊക്കക്കോള പോലും ഒരു കുടിക്കാൻ കഴിയാത്ത, ഞാനൊക്കെ ഈ നൂറ്റാണ്ടിലെ ആൾക്കാരാണെന്ന് പറയാൻ നമുക്ക് തന്നെ സ്വയം ഒരു നാണക്കേട് തോന്നുന്നല്ലോ എന്ന്. അപ്പം അത് എന്തുകൊണ്ടാണ്, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യവും ആ ചുറ്റുപാടുകളും നമ്മൾ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. വളർത്തു ദോഷം എന്നൊക്കെ പറയുന്നത് കുട്ടികളെ എല്ലാ കാര്യങ്ങളും കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് മാതാപിതാക്കൾ കുട്ടികൾക്ക് ഇതേപോലെയുള്ള സമ്പത്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പണം കൊടുക്കുമ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് ആ പണം വിനിയോഗിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. രാത്രി സഞ്ചരിക്കാൻ ഇപ്പം സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കും എന്താണ് രാത്രി സഞ്ചരിക്കാൻ കഴിയില്ലേ, നമുക്കൊക്കെ രാത്രിയിൽ സഞ്ചരിക്കാം. പക്ഷെ എല്ലാവരും രാത്രി സഞ്ചരിക്കുമ്പോൾ ആ രാത്രി സഞ്ചാരത്തിൻ്റെ ഒരു ബാരിയറുണ്ട്, നമുക്കിപ്പോൾ ഒരു അതിർത്തിയുണ്ട്. പ്രത്യേകിച്ചും നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്നെ പീഡിപ്പിച്ച്, എന്നെ അങ്ങനെ ചെയ്ത് എന്ന് പറയുന്നതിലും ഭേദം നമ്മളൊന്ന് കുറച്ച് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരെ കുറിച്ച് അല്ലെങ്കിൽ മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. എന്ന് തന്നെയായാലും ആ ഒരു 18-19 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാഗത്ത്, ഒരു പെൺകൊച്ചാണ്, ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട കാര്യങ്ങളല്ല അതിലൊന്നും ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടിയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ കടയിൽ പോവുകയാണെന്ന്, അല്ല ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകണമെന്ന്. കടയിൽ എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. കടയിൽ പോയ ഒരാൾ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച 1:54 കാണാഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ 1:54 വരെ വെയിറ്റ് ചെയ്ത്? ശനിയാഴ്ച തന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടി വരാഞ്ഞത്
പോയത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല, അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി പിന്നീട് കണ്ടില്ല. ഈ രാത്രി 1:54 ഈ ഒരു സ്ഥലത്ത് വന്നിറങ്ങുകയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മരണപ്പെട്ട് കിടന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മദ്യപാനമോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് തമ്മിലുള്ള എന്തോ ഒരു തർക്കം കൊണ്ട് അവർ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം പോലീസ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി അറിയാൻ കിടക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത്? പിന്നെ ഞാൻ അത്യാവശ്യം സൈക്കോളജി പഠിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കുട്ടികളെ നിയന്ത്രിക്കാനായിട്ട് ഇന്നത്തെ പാരൻസിന് പേടിയാണ്. മാതാപിതാക്കൾ വിചാരിക്കുന്നു, അയ്യോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കളയോ, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ കയറി ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ ഒരു ഭയം മാതാപിതാക്കളെ അലട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സോറി കേട്ടോ, എനിക്ക് പനി ഫുള്ള് മാറിയിട്ടില്ല, ചുമയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നില്ലെങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് എന്താണ് അവരുടെ വിധിയെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പോകട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നല്ല വ്യക്തികളായിട്ട് നമ്മളെ വളർത്തിയില്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെയാണ് അത് ഓർത്ത് വേദനിക്കുന്നത്. മക്കളെ നേർവഴിക്ക് നയിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് സാമ്പത്തികം കൊടുക്കാതിരിക്കുക, അവർക്ക് പണം കൊടുക്കാതിരിക്കുക, അവരെ ആവശ്യമില്ലാതെ പണം കൊടുത്ത് അവരെ കുഞ്ഞുനാളിലെ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മക്കൾക്ക് എന്താണ് ആവശ്യം, അവർക്ക് എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മാതാപിതാക്കൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ ഇവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട് അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ അവരെ ഒരു കാര്യമില്ലാതെ അവരെ തെറ്റിലേക്ക് പറഞ്ഞു വിടുവാണ്. അവരെ നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ തെറ്റെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരണത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ്. അവരെ ഡ്രഗ്സിലേക്ക് അഡിക്റ്റ് ആക്കാനായിട്ട് നമ്മൾ അവരെ പറഞ്ഞയക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നു, അവരെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ അവരെ ഒന്ന് നേർവഴിക്ക് നയിക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ട്. എപ്പോഴും മാതാപിതാക്കൾക്കുള്ള കാര്യമാണ്. അവർ പോകുന്ന അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവർ നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, അവരേതെങ്കിലും ഇല്ലീഗൽ മാർഗത്തിലേക്ക് കടക്കുന്നുണ്ടോ, അല്ല അവർക്ക് കൊടുക്കുന്ന പണം അവർ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി അന്വേഷിക്കേണ്ട മാതാപിതാക്കളുടെ കടമയാണ്. അത് ഓരോ മാതാപിതാക്കളും മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നാട്ടിൽ ഇങ്ങനെ സുലഭമായിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ മക്കളെ, അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, നമ്മൾ അവരെവിടെയാണ് പോകുന്നത് എന്ന്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് അവരുടെ രീതികൾ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടി എന്തോ ഏവിയേഷൻ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് അറിയുന്നത്, ബാംഗ്ലൂർ. അപ്പം ചെറിയ കുട്ടിയാണ്, 18-19 വയസ്സ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പക്വതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടികൾ, ഇനി ഉള്ള കുട്ടികളോടായാലും പറയാം, നിങ്ങളൊരു ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ സെൽഫിഷ് ആയിട്ടുള്ള, പൊസസീവ്നെസ് കൂടുതലുള്ള, അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൺ സുഹൃത്തുക്കളെയും പെൺ സുഹൃത്തുക്കളെയും മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. നമ്മൾ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ ഇപ്പോൾ സുഹൃത്ത് എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുഹൃത്താവാം. നമ്മൾ കുറച്ചൊന്ന് ആയിട്ട് നമ്മളുടെ നമ്മൾ 19 വയസ്സ് 18 വയസ്സ് തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നിപ്പോൾ. ഞാനിപ്പോൾ ഒരു വക്കീലാണ്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ കാരണം ഇതൊരു കോമ്പറ്റീഷൻ, ഓരോ പ്രൊഫഷനും കോമ്പറ്റീഷൻ ഫീൽഡാണ്. 11ാമത്തെ വർഷമാണ് ഞാൻ വക്കീലായിട്ട്. പക്ഷേ എനിക്ക് ഈ വക്കീൽ പണിയിൽ ഒരുപാട് ഏൺ ചെയ്യാനോ ഒരുപാട് കാശ് വാങ്ങിക്കാനോ, ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. കാരണം ഞാൻ ആൾക്കാരെ കഴിഞ്ഞ് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടല്ല ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വെറും LLB അല്ല, ഞാൻ LLB കഴിഞ്ഞു, LLM കഴിഞ്ഞു. ഞാൻ അങ്ങനെ കുറേ എഡ്യൂക്കേഷൻ ചെയ്ത ഒരാളായിട്ട് പോലും എനിക്ക് ഈ പ്രൊഫഷനിൽ നിന്ന് ഏൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്രയ്ക്കും
കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഇനി തുടർന്ന് വരുന്ന കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 18, 19, 20 വയസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. അതിൻ്റെ കൂടെ സുഹൃത്തുക്കളായിക്കോട്ടെ, പക്ഷേ ആ സുഹൃത്തുക്കൾക്ക് ഒരു ബാരിയർ നിശ്ചയിക്കുക. അത് പെൺകുട്ടികളായാലും തീർച്ചയായിട്ടും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ തന്നെ ചിന്തിക്കണം. നമ്മളെല്ലാത്തിനും ഒരു ബാരിയർ നിശ്ചയിക്കുക. നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾ നിങ്ങളെ എന്നും പറഞ്ഞ് നിങ്ങൾ നാളെ ഒരു ഭാവി, അവർക്കൊരു സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി തരും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ മാതാപിതാക്കളും നിങ്ങളെ വളർത്തുന്നത്. അവർ പലതും സാക്രിഫൈസ് ചെയ്യണം. അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് എല്ലാ മാതാപിതാക്കൾക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയുള്ള മാതാപിതാക്കളാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? നമ്മളുടെ സന്തോഷങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് അവരെ വലിയ നിലയിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷം മാതാപിതാക്കളും. പക്ഷെ അതില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് പോകുന്ന, സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന, മക്കളെ തിരിഞ്ഞുപോലും നോക്കാത്ത ഒരുപാട് മാതാപിതാക്കൾ ഇപ്പുറത്തെ വശത്തുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി, ഇത്രയും സൗകര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളും കൂടി ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എത്രമാത്രം ആഗ്രഹത്തോടു കൂടി, അവരെത്രമാത്രം പ്രതീക്ഷയോടു കൂടിയാണ് നമ്മളെ വളർത്തുന്നത്. അപ്പം നമ്മൾ അവർക്ക് കുറച്ചെങ്കിലും, മിനിമമെങ്കിലും അവരോടൊരു നീതി പുലർത്താനായിട്ട് ഓരോ മക്കളും ശ്രമിക്കണം എന്നുള്ളതും കൂടി എനിക്കിവിടെ പറയാൻ പോകുന്നത്. കാരണം ഞാൻ ഈ പെൺകുട്ടി മരിച്ചപ്പോൾ എനിക്ക് പക്ഷേ സങ്കടമേ തോന്നിയില്ല, ദേഷ്യമാണ് തോന്നിയത്. കാരണം ഇങ്ങനെയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സമൂഹത്തിന് തന്നെ എന്തിനാണ് ഇങ്ങനെ പോണത്? കാരണം നമ്മൾ ഇന്നിപ്പോൾ എത്ര ബലാത്സംഗങ്ങളാണ് കാണുന്നത്, അല്ലേ? നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ അങ്ങോട്ട് തള്ളിക്കയറി ചെല്ലുവാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവർ ഈ ആണുങ്ങൾ വിളിക്കുന്നിടത്തില്ലേ നമ്മളങ്ങ് ചെല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിനൊരു പ്രേമമോ ഒരു സുഹൃത്ബന്ധമോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിനൊരു കാമം എന്നേ പറയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അതിന് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര പ്രേമമോ അയ്യോ അത് ഭയങ്കര സൗഹൃദമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിനെയൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ശരീരത്തിൻ്റെ ആർത്തി, അല്ലെ ശരീരത്തിൻ്റെ ആഗ്രഹം ഒരു കാമമാണ്. അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് മുകളിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല, അവർക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഇവർക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കുക. ഇപ്പം എന്നെ കാണുന്ന പാരൻസ് ആയാലും മാതാപിതാക്കളായാലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരും ഒക്കെ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. കുട്ടികളാണെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ കുറച്ച് നീതി പുലർത്തുക. മാതാപിതാക്കൾ കുട്ടികൾക്ക് എല്ലാം കൊടുക്കുമ്പോഴും അവരെ ഒന്ന് നേർവഴിക്ക് നയിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നയിച്ചു കൊണ്ടുപോകാനുള്ള കടമ കൂടി നമുക്കുണ്ട്. അവരെ വളർത്തുന്നതും അവർക്ക് പണം കൊടുക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും മാത്രമല്ല കടമ എന്നും കൂടി ചിന്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്ക് bye.